കുട്ടൻ. ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞ് കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറിൽ ദേ പോവുകയാണ്. ഇതേ ലച്ചുതേ കുറച്ച് വികൃതിയൊക്കെ കാട്ടിയിട്ട് കള്ളത്തരം കാട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള അൻസാരി മണ്ഡപത്തിലാട്ടോ കല്യാണം. അപ്പോൾ ഞാനും നിഷേച്ചും സുഭാഷേട്ടനും ശ്രേയയും ലച്ചും കൂടിയിട്ടാണ് പോണത്. ഇതേ ശ്രേയ നല്ല ക്യൂട്ടായിട്ടില്ലേ. ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. നല്ല കുട്ടൻ ബിരിയാണി തട്ടാൻ പോവുകയാണ് ഗായ്സ്. അങ്ങനെ തന്നെ ഞങ്ങൾ മണ്ഡപത്തിലെത്തി. ഇനി കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്പേസ് നോക്കിക്കൊണ്ട് നടക്കാം കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മണ്ഡപത്തിൻ്റെ അകത്ത് കയറിയത് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നതാണ് കല്യാണപ്പെണ്ണും കല്യാണ ചെക്കനും. ദേ അവിടെ സ്റ്റേജിന് പുറത്ത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാടൻ സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് പരിപ്പ് പായസം കുടിച്ചു കേട്ടോ. അപ്പം നിശ്ചയിച്ച് പരിപ്പ് പായസമാണ് കുടിക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് പാലട പായസം കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുഞ്ഞൊരു പാർക്ക് ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടി ഉള്ളിലേക്ക് കയറിയിട്ട് മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ ഐസ്ക്രീമും പോപ്കോണും ചായയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പിള്ളേർ കുറേ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കല്യാണത്തിന് വന്നിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അഭിജിത്തും അൻസിലും കുങ്കും കൂടി കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ കൂടിയിട്ട് ഇന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ശ്രീമേച്ചി തെങ്ങ് മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലേ.